കേരള രാഷ്ട്രീയത്തിൽ സത്യസന്ധതയുടെയും ധീരതയുടെയും നിലപാടുകളുടെയും രാജകുമാരനായിരുന്നു ശ്രീ പി ടി തോമസ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നാടിനും സമൂഹത്തിനും വേണ്ടി വിലപ്പെട്ട സംഭാവന ചെയ്ത പി ടി തോമസിനെ ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധ്യമല്ല. തൃക്കാക്കരയുടെ MLA ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ ആരാണ് അടുത്ത സ്ഥാനാർത്ഥി എന്നത് തീരുമാനിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉമാ തോമസിൻ്റെ പേര് ഏകകണ്ഠമായി ഞങ്ങൾ തീരുമാനിച്ചു. തൃക്കാക്കരയിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. നിയമസഭയ്ക്കകത്തും പുറത്തും തൻ്റെ പക്വമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റാൻ കഴിഞ്ഞ ഒരു MLA ആണ് ശ്രീമതി ഉമാ തോമസ്. ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 6ാമത്തെ പി ടി തോമസ് എഡ്യൂക്കേഷണൽ എക്സലന്റ് അവാർഡ് അതിമനോഹരമായാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വഴി അവർക്ക് ഭാവിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് വളർന്നു വരാനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസരം, അംഗീകാരം ഭാവിയിൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പ്രോത്സാഹനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുകൾ ഉണ്ടാകും. ആ വഴിത്തിരിവുകളാണ് നമ്മളെ ഓരോ തലങ്ങളിലേക്ക് എത്തിക്കുന്നത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോകണം. നന്മയുടെ പാതയുണ്ട്, തിന്മയുടെ പാതയുണ്ട്. നന്മയുടെ പാത തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നത്. ഈ ഹാളിലിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ ഹാള് വിട്ടു പോകുന്നതിന് മുമ്പ് തീരുമാനിക്കണം എന്താണ് നാളെ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം. ആ ലക്ഷ്യത്തിലേക്കും ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനും വേണ്ടി ഉള്ള കഠിനാധ്വാനമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം. നെപ്പോളിയൻ ബോണോപ്പാർട്ട് എന്ന ചക്രവർത്തി ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോസിബിൾ എന്നൊരു വാക്ക് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. ദാറ്റ് മീൻസ് എവറിതിങ് ഈസ് പോസിബിൾ എന്ന് തന്നെയാണ്. ഇമ്പോസിബിളായ ഒരു കാര്യവും ഈ ലോകത്തില്ല, എല്ലാം പോസിബിളാണ്. കഠിനാധ്വാനവും അർപ്പണബോധവും അച്ചടക്കവും ഉണ്ടെങ്കിൽ ഏത് കാര്യത്തെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇന്ന് ലോകം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. ലോകത്ത് നടക്കുന്ന ഏത് സംഭവങ്ങളും നമുക്ക് ഓരോ നിമിഷവും നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ മാത്രം മതി. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടം ഇൻഫർമേഷൻസിൻ്റെ അതിവിപുലമായ വിപ്ലവം നടന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഫോൺ മാത്രം മതി ഒരാൾക്ക് ജീവിക്കാൻ. എൻ്റെ ഭാര്യയ്ക്ക് അറിയാവുന്നതിനേക്കാൾ എൻ്റെ ഫോണിന് എന്നെ അറിയാം. എനിക്ക് ആർക്കെങ്കിലും പണം അയക്കണമെങ്കിൽ ഫോൺ മതി, മെസ്സേജ് അയക്കണമെങ്കിൽ ഫോൺ മതി, ആരോട് സംസാരിക്കണമെങ്കിലും ഫോൺ മതി. ഞാൻ ആരോടാണ് സംസാരിച്ചതെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്, ഏറ്റവും കൂടുതൽ കാലം ഞാൻ സംസാരിക്കുന്ന ആരോടാണ്, എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതി. ഞാനിപ്പോൾ തൃക്കാക്കരയിലാണ് നിൽക്കുന്നതെന്ന് എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതി. ഞാൻ എങ്ങോട്ടാണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതി. ഞാൻ
ടോം ജോസിന് ഇപ്പൊ എത്ര രൂപ അയച്ചു കൊടുത്തു എന്നുള്ളത് എൻ്റെ ഫോൺ നോക്കിയാൽ മതി. ടോം ജോസഫ് എനിക്ക് എത്ര രൂപ തന്നു എന്ന് എൻ്റെ ഫോൺ പരിശോധിച്ചാൽ മതി. അപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഫോൺ ഒരു അപകടകാരി കൂടിയാണ്. ഞങ്ങളുടെ പോലീസുകാർ ആളുകളെ കണ്ടെത്തുന്നത് ഫോൺ പരിശോധിച്ചിട്ടാണ്. ഒരാൾ എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഫോണിലൂടെ, ഫോൺ പരിശോധിച്ച സിം പരിശോധിച്ചിട്ടാണ്. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് അപകടകാരിയാണ്. പക്ഷേ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ഫോണിന് അടിമകളാണിപ്പോൾ, അല്ലേ? നമ്മളെല്ലാം ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ശാസ്ത്രത്തിൻ്റെ അതിവിപുലമായ വളർച്ചയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാസയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ആരോടെങ്കിലും രഹസ്യം സംസാരിച്ചാൽ പോലും അത് കണ്ടുപിടിക്കാനുള്ള അവസ്ഥ, ഒരു പരീക്ഷണം നടക്കുകയാണ്. ഇപ്പം ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഇത് ഈ അന്തരീക്ഷത്തെ നിൽക്കുകയാണ്. ഒരാൾ കുറെ കഴിഞ്ഞ് ഈ ഗവേഷണം വിജയിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് എൻ്റെ വാക്കുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഞാൻ ആസിഫ് അലിയോട് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ കഴിയുന്ന ടെക്നോളജി ലോകത്ത് ഇന്ന് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം ലോകത്തൊരു രഹസ്യവുമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ പുരോഗതി എത്ര വലുതാണ്. ചന്ദ്രനിൽ മനുഷ്യന് താമസിക്കാൻ പറ്റില്ല. കാരണം 15 ദിവസം പകലാണെങ്കിൽ 15 ദിവസം ഇരുട്ടാണ്, അന്തരീക്ഷമില്ല. എന്നാൽ ചൊവ്വയിൽ അന്തരീക്ഷമുണ്ട്. ചൊവ്വയിൽ വെള്ളമുണ്ട്, അന്തരീക്ഷമുണ്ട്. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം നാസ നടത്തുന്ന പരീക്ഷണം ചൊവ്വയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ്. ചൊവ്വയിൽ പോയി 6 മാസം അവിടെ താമസിക്കാനുള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നോട് ISROയുടെ ചെയർമാനായിരുന്ന ISROയുടെ മുൻ ചെയർമാൻ എന്നോട് പറഞ്ഞു, നമ്മളെപ്പോലെ തന്നെ ആളുകൾ താമസിക്കുന്ന ഗ്രഹങ്ങൾ ലോകത്തല്ല, ഈ ഭൂമണ്ഡലത്തിലുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെക്കാൾ ഒരുപക്ഷെ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൻ്റെ അതിവിപുലമായ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാലമാണ്. മനുഷ്യൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് അനിൽ മേനോൻ. അദ്ദേഹം ഇപ്പോൾ ബഹിരാകാശത്ത് നടക്കുകയാണ്. ഇത്ര നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ആ മനുഷ്യൻ, ഒരു മലയാളി, ബഹിരാകാശത്ത് നടക്കുന്നത്, ബഹിരാകാശത്തേക്ക് പോയത്. എന്നാലോചിച്ച് നോക്കുക, എത്ര കാലം തൻ്റെ ജീവിതം അതിനുവേണ്ടി ചിട്ടപ്പെടുത്തി, ശരീരം ചിട്ടപ്പെടുത്തി ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോവാണ്. ഇപ്പം ബഹിരാകാശത്താണ്. ഞാനിത് പറയാനുള്ള കാരണം, നമുക്കൊക്കെ എന്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി ആഗ്രഹിച്ചുകൂടാ? പുതിയ പുതിയ ഇന്നോവേഷൻസിനെ പറ്റി എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമുക്ക് എന്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൂടാ? നമുക്ക് എന്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകിക്കൂടാ? എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകണം. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ലോകത്തിന് പുതിയ സംഭാവന നൽകാനും കഴിയത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ഈ കാലഘട്ടമാണ് ഏറ്റവും സുന്ദരമായൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട അത്തരം കാര്യങ്ങളെ പറ്റിയാണ്.
നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി. ഒരു സ്റ്റേജിലെത്തുന്നു, അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി പരിശ്രമിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നവരായി മാറണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാകണം. അതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. The question is how to translate these challenges into opportunities. ഈ വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയും? അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. വെല്ലുവിളിയില്ലാത്തവരായ ആരുമില്ല. പ്രതിസന്ധികളിലൂടെ മാത്രമേ വ്യക്തികൾ വളരുകയുള്ളൂ. പ്രയാസങ്ങളിലൂടെ മാത്രമേ വ്യക്തിത്വം രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടേതായ ലോകത്ത് നമ്മൾ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നേരിടുന്നവരാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താകണം? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാകണം. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരീക്ഷാ പേടിയാണ്. പരീക്ഷയെ എല്ലാം അറിയാം, അധ്യാപകർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ പരീക്ഷാ പേടി കാരണം പല കുട്ടികൾക്കും അറിയാവുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയുന്നില്ല. പരീക്ഷാ പേടി. ഇത്തവണ SLC +2 പരീക്ഷകളിൽ ഫുൾ മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ 7 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഏതെങ്കിലും പരിഹാരമാണോ? ഒരു തവണ പരാജയപ്പെട്ടാൽ അടുത്ത തവണ ജയിക്കാം. ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഭീരുക്കളാണ്. ദൈവം തന്ന ജീവിതം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് ഭീരുത്വമാണ്. ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെ നേരിടാനുള്ള കരുത്തുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷാ പേടിയെപ്പറ്റി അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷയെ പേടിക്കരുത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇനി ഒത്തിരി പരീക്ഷ എഴുതേണ്ടവരാണ്. പരീക്ഷ വരുമ്പോൾ ധൈര്യപൂർവം പഠിച്ച കാര്യങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അതിനെ പേടിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് പരീക്ഷാ പേടി ഒഴിവാക്കി അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പക്വതയോടെ സമാധാനത്തോടെ നമ്മൾക്ക് എഴുതാൻ കഴിയുമ്പോഴാണ് വൻ വിജയമുണ്ടാകുന്നത്. ആ വിജയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തണം. ജീവിതത്തിൻ്റെ പടവുകൾ ഇനി ഒത്തിരി ചവിട്ടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന ഒത്തിരി പരീക്ഷണങ്ങൾ നമ്മളിപ്പോൾ കാണും. ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്ത് ജനസംഖ്യ കുറയുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളായ ചൈനയിലും ഇന്ത്യയിലുമാണ് ഇപ്പോൾ ജനസംഖ്യ കൂടുതലുള്ളത്. മറ്റു പല രാജ്യങ്ങളും കുറയുകയാണ്. ജർമ്മനി കുറയുന്നു. ജർമ്മനി ഓപ്പൺ ഡോർ പോളിസിയാണ്, ആർക്ക് വേണമെങ്കിലും താമസിക്കാം. ഓസ്ട്രേലിയയിൽ കേരളത്തിൻ്റെ അത്രയും ജനസംഖ്യയില്ല. അമേരിക്കയിൽ ജനസംഖ്യ കുറയുന്നു. യൂറോപ്പ് ആകെ നേരിടുന്ന പ്രശ്നം ജനസംഖ്യ കുറയുന്നു. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്, ജനിച്ച മനുഷ്യൻ ഇപ്പോൾ ഒരു 60, 70, 80 ആകുമ്പോൾ മരിക്കുമല്ലോ. 150 വയസ്സ് വരെ എങ്ങനെ ജീവിക്കാം, 200 വർഷം വരെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. ഏതായാലും നമ്മുടെ കാലത്ത് നടക്കില്ല. പക്ഷേ വരാൻ പോകുന്ന കാലത്ത് ഒരു പക്ഷേ ലോകത്ത് മനുഷ്യൻ 150 വർഷം വരെ 200 വർഷം വരെ ജീവിക്കുന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, ഓരോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ വരുമ്പോഴും ഇതെല്ലാം മനുഷ്യനാണ് ചെയ്യുന്നത്. ഈ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? ഇത്തരം പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാ? അത്തരം കാര്യങ്ങൾ, ഇന്നോവേറ്റീവായുള്ള കാര്യങ്ങൾ
പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളായ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം കൂടുതൽ ശോഭനമാകട്ടെ. ഈ കാലഘട്ടത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അതുവഴി ഉയർന്ന വിജയത്തിലേക്ക് എത്താനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഉമാ തോമസിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു. നേരത്തെ എടുത്ത പ്രതിജ്ഞ, അത് ഓരോരുത്തരും എടുത്ത പ്രതിജ്ഞയ്ക്ക് വലിയ വിലയുണ്ട്. ആ പ്രതിജ്ഞ ഒരാളും ലംഘിക്കാൻ പാടില്ല. ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന ആ പ്രതിജ്ഞയുമായി മുന്നോട്ട് പോകണം. ഓപ്പറേഷൻ തുഫാൻ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐതിഹാസികമായ ഒരു വലിയ സർക്കാരിൻ്റെ മാത്രം ജനങ്ങളുടെ മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിൽ കൂടി നിങ്ങൾ പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.